നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോട്ടയത്തെ വാർത്തയായിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വലിയ വാർത്ത, പെട്രോൾ പമ്പിലെത്തി ആക്രമണം നടത്തുകയും ബസ് അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ബസ് ജീവനക്കാർ തന്നെ അക്രമികൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. മുൻ ബസ് ജീവനക്കാരായ അക്രമികളാണ് ഇന്നലെ ഏറ്റുമാനൂർ എസ്റ്റേറ്റ് പടിയിലുള്ള നയാരയുടെ പെട്രോൾ പമ്പിലെത്തി അതിക്രമം കാണിക്കാൻ ശ്രമിച്ചത്. ഇതിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ജാഗ്രത ന്യൂസ് ലൈവിൽ ലഭിച്ചു. തിങ്കളാഴ്ച രാത്രി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായതെന്നാണ് പറയുന്നത്. എമ്മാൻഡം എന്ന ബസ് സർവീസിന്റെ ജീവനക്കാരാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ ബസ്സിന് നേരെ അക്രമം നടത്തുന്നതിന് ഈ ബസ്സിലെ മുൻ ജീവനക്കാരായിരുന്ന 3 പേർ സ്ഥലത്തെത്തുകയും അക്രമം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതി. എമ്മാൻഡം ബസ്സിന്റെ മാനേജറായ ആളാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. മുൻപ് ഈ ബസ്സിലെ ജോലി ചെയ്തിരുന്ന ഒരാൾ തന്റെ ഒപ്പമുള്ള അക്രമി സംഘത്തിലെ 3 പേരെയും കൂട്ടി ബസ് സ്റ്റാൻഡ് ഈ നയാരയുടെ പെട്രോൾ പമ്പിൽ ഏറ്റുമാനൂർ എസ്റ്റേറ്റ് പടിക്ക് സമീപമുള്ള നയാരയുടെ പെട്രോൾ പമ്പിൽ എത്തുകയും അക്രമം നടത്തുകയായിരുന്നു. ഇവിടെ ബസ് അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം ചർച്ചയായി മാറിയത്. ഇതേ തുടർന്ന് ഈ ബസ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ അക്രമി മുൻപ് ഈ ബസ്സിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ഇയാൾ ലഹരി മരുന്ന് അടക്കം ഉപയോഗിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. തുടർന്ന് ഇയാളെ ഈ ബസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ മറ്റൊരു ബസ്സിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലി ചെയ്തിരുന്നത്. ഇതിനിടെ മാന്നാനത്ത് സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ ഇടയാക്കിയ ബസ് ഓടിച്ചിരുന്നത് ഈ ഡ്രൈവറായിരുന്നു. ഇയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എമ്മാൻഡം ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് പെട്രോൾ പമ്പിലെത്തി അക്രമം നടത്താൻ ഈ പ്രതി തയ്യാറായത്. ഇത് ബസ് അടിച്ചു തകർക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഈ സ്ഥലത്തെത്തിയത്. തുടർന്ന് ബസ്സിന് നേരെ കല്ലെറിയാൻ ഓങ്ങുന്നതും അതോടൊപ്പം ഇവിടെയുള്ള ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നതും CCTV ക്യാമറ ദൃശ്യങ്ങളിൽ കാണാം. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന 3 അംഗ അക്രമി സംഘം ഇവരും ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നാണ് എമ്മാൻഡം ബസ്സിന്റെ ജീവനക്കാർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ നിരന്തരം പെട്രോൾ പമ്പുകൾക്ക് നേരെയും ബസ്സുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഏറ്റുമാനൂർ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും ടീം ജാഗ്രത.